ഹായ് ഫ്രണ്ട്സ്, ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ മേഖലയിൽ ഭയങ്കരമായ രീതിയിൽ ഫോൾസ് ന്യൂസുകളും വളരെ പേടിപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, മെറ്റാ ട്രേഡർ 5 ബാൻ വരുന്നു, പർപ്പിൾ ട്രേഡിംഗ് ഫോറക്സ് ബ്രോക്കർക്ക് ബാൻ വരുന്നു, അങ്ങനെ കുറേ ന്യൂസസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ ഫോളോവേഴ്സ് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഫോറക്സ് ഫണ്ടിങ് അക്കൗണ്ട്സ് എല്ലാം സ്റ്റോപ്പ് ആവുകയാണോ, ഫണ്ട് ട്രേഡിങ്സ് നിർത്താൻ പോവുകയാണോ എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു വാർത്ത വരുന്നതും US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് UK UAE ഒക്കെ മാറുന്നതും നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2024 ഫോറക്സ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഒരു ടഫ് ഫേസിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്ന ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ളൊരു പ്രോബ്ലമാണ്. മെറ്റാ ട്രേഡർ 5 യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെറ്റാ ട്രേഡർ 4 യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു ഓണർഷിപ്പ് എന്ന് പറയുന്ന കമ്പനി മെറ്റാ കോഡ്സ് ആണ്. അവർ ഈ പർപ്പിൾ ട്രേഡിംഗ് ബ്രോക്കർക്കാണ് ഡേറ്റ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പർപ്പിൾ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പർപ്പിൾ ട്രേഡിംഗ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും റിലയബിൾ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പർപ്പിൾ ട്രേഡിംഗ് നിന്നാണ് ഈ മെറ്റാ 5ൻ്റെ ഡേറ്റ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പർപ്പിൾ ട്രേഡിംഗ് കമ്പനിയുടെ ലൈസൻസ് മെറ്റാ കോഡ്സ് ബാൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർപ്പിൾ ട്രേഡിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് ലൈസൻസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി കമ്പനികൾക്ക്. കാരണം ഈ മെറ്റാ ട്രേഡർ 5 എന്നുള്ള പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യില്ല, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്, ഒതൻറ്റിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ കുറേ കമ്പനീസ് താൽക്കാലികമായിട്ട് സർവീസസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. TFTയുടെ ഒക്കെ CEO ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും ഇത് ഉടനെ തന്നെ റിസോൾവ് ചെയ്യും, അവർ തിരിച്ചു വരും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ തിരിച്ചു വരാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മളുടെ സൈഡിൽ നിന്നൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ പർപ്പിൾ ട്രേഡിംഗ് കമ്പനി ആണല്ലോ നിലവിൽ എല്ലാ കമ്പനീസിനും ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതും മെറ്റാ ട്രേഡർ 5 പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലൈസൻസ് പോയി. അപ്പോൾ അവരുടെ ഹോം സ്ക്രീനിൽ തന്നെ അവരുടെ പുതിയൊരു ടൂളായിട്ട് നമ്മൾ സീ ട്രേഡർ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിന് ഇപ്പോൾ കാണുന്നുണ്ട്. മെറ്റാ ട്രേഡർ 4 കൂടാതെ സീ ട്രേഡർ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ സീ ട്രേഡർ എന്ന് പറയുന്നത് മെറ്റാ ട്രേഡർ 5 പോലെ തന്നെ ഇതാണ് അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, സീ ട്രേഡറിൻ്റെ. അപ്പോൾ അവർ ഇതുപോലെ തന്നെ ഡേറ്റ കൊടുക്കുകയും ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, സീ ട്രേഡർ. ഓക്കെ, അപ്പോൾ പർപ്പിൾ ട്രേഡർ സീ ട്രേഡർ എടുത്തിട്ട് ചിലപ്പോൾ ഇതൊക്കെ റിസോൾവ് ചെയ്യാം. ഇല്ല എങ്കിൽ പോലും നമ്മുടെ നിലവിലുള്ള TFT പോലെയുള്ള വലിയ വലിയ കമ്പനീസിന്, ജയൻറ്റ് കമ്പനീസിന് ഡയറക്റ്റ് സീ ട്രേഡറിൽ നിന്ന് തന്നെ ഈ ലൈസൻസ് അക്വയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു ആളാണ് ഈ സീ ട്രേഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് DX ട്രേഡ്. അവരും ഇതുപോലെ തന്നെ മെറ്റാ ട്രേഡർ 5 പോലെ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണെന്നൊക്കെയുള്ളതാണ് നമ്മൾ അതിനകത്തേക്ക് ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയും ഡെമോ ആയിട്ടുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ മെറ്റാ ട്രേഡർ 5നേക്കാൾ ബെറ്റർ ഇൻ്റർഫേസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റയിൽ ഈ പറഞ്ഞ പോലെ റിയൽ ടൈം ഡേറ്റയിൽ ചെറിയ വ്യത്യാസങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. അതിപ്പോൾ ഈ സീ ട്രേഡറിലാണെങ്കിലും DX ട്രേഡറിലാണെങ്കിലും മെറ്റാ ട്രേഡറിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് കയറി വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ കാണുന്ന മാസ്ട്രോയിഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. ഇവരും അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ഒരു പ്രൊവൈഡറാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മുടെ മെറ്റാ ട്രേഡർ 5 ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഈ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ സീ ട്രേഡർ പണ്ടേ ഉള്ളതാണ്, DX ട്രേഡറും പണ്ടേ ഉള്ളതാണ്. ഇവർ ന്യൂ കമേഴ്സാണ്, മാസ്ട്രോയിഡ് ടെക്നോളജീസ് എന്ന് പറയുന്ന ന്യൂ കമേഴ്സാണ്. ഈ 3 പ്ലാറ്റ്ഫോമുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ CEO അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് അവർക്ക് ഓൾറെഡി ഇൻഹൗസ് ആയിട്ട് മെറ്റാ ട്രേഡർ 5ൻ്റെ ഒപ്പം തന്നെ അവർ യൂസ് ചെയ്യുന്ന വേറെയും 4 പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു ലൈസൻസ് സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റയർ അക്കൗണ്ടുകൾ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്, അതിനുള്ള ഇൻഹൗസ് സെറ്റപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഫയേഴ്സിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ഫേമാണ്, വളരെ പൈനിയേഴ്സാണ് ഈ ഫണ്ടഡ് പ്രോഗ്രാം ഇൻഡസ്ട്രിയിൽ. സോ ഇപ്പോൾ
അക്കൗണ്ട് എടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്കിതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനലൈസ്ഡ് വേർഷനിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ് ഫയേഴ്സ്. അപ്പോൾ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ TFT പറയുന്നുണ്ട് അവർക്ക് ഇൻ ഹൗസ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടീമാണ് ഈ ഫയേഴ്സിൻ്റെ. അപ്പോൾ ഇവർ ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഇൻഡസ്ട്രിയിലായിട്ട് തന്നെ ടോപ്പ് ആയിട്ടുള്ളൊരു ടീമാണ്. അവരെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 വീക്കോളം വെയിറ്റ് ചെയ്യുക. കാരണം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇതിനകത്തൊരു കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഓരോ കമ്പനീസ് ആരുമായിട്ടാണ് ടൈപ്പ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ടൈമിലേക്ക് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാരും ട്രേഡറും DX ട്രേഡറിലേക്ക് തന്നെയാണ് പോവുക. പിന്നെ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ചിലപ്പോൾ അവർ കുറച്ചുകൂടി എന്താ പറയുക, പൈസയുടെ ഒരു ഷോർട്ടേജോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു എഗ്രിമെൻറ്റ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ചിലപ്പോൾ മാസ് ട്രേഡറിലേക്ക് മാറാനുള്ളൊരു ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ മൊമെൻറ്റിൽ എടുത്തേ പറ്റുള്ളൂ, ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചെയ്തേ പറ്റുള്ളൂ, ഒരു ചലഞ്ച് ചെയ്തേ പറ്റുള്ളൂ എന്ന മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇൻ ഹൗസ് ആയിട്ട് ബാക്കപ്പായിട്ട് തന്നെ 4ഓളം ട്രേഡിംഗ് ഡേറ്റ പ്രൊവൈഡേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ പാരലി തന്നെ വർക്ക് ചെയ്യുകയാണ് അവർ. സോ അത് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ TFT ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. പിന്നെയുള്ളത് US-ലുള്ളൊരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. കാരണം ഇപ്പോൾ മെറ്റാകോസ്റ്റിന് ബാൻ വന്നു, അല്ലെങ്കിൽ അവർ പർപ്പിൾ ട്രെയിനിനെ ബാൻ ചെയ്തു. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട്. അതിൻ്റെയും ഒരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു വീക്കെൻഡോടുകൂടി അറിയാൻ പറ്റുള്ളൂ. സോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു സെക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിലവിലുള്ള ഈ ഒരു സിറ്റുവേഷൻസും സ്റ്റാറ്റസും ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു സീനിയർ ട്രേഡറുമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.